ഇവരുടെ രണ്ടാളുടെയും കല്യാണം എന്നത്തേക്ക് നടത്താനാണ് അപ്പച്ചൻ തീരുമാനിച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലായി ജോൺ സേവ്യറിനോട് ചോദിച്ചു. അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല ജോണേ. ഇതിപ്പോ എങ്ങനെയാ കല്യാണ കാര്യങ്ങളൊക്കെ? ജോബിൻ്റെതും ലിയയുടെയും നമുക്ക് പള്ളിയിൽ വെച്ച് തന്നെ നടത്താം. പക്ഷേ കാശിയുടെയും ജെസ്സിയുടേതും എങ്ങനെയാണ്? പള്ളിയിൽ വെച്ചോ അതോ ക്ഷേത്രത്തിൽ വെച്ചോ? എങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനം? കാശിക്കും അഭിപ്രായം പറയാം. ജോണിനോട് പറഞ്ഞുകൊണ്ട് സേവ്യർ കാശിയെ നോക്കി. എങ്ങനെയായാലും എനിക്ക് വിരോധമൊന്നുമില്ല വല്യപ്പച്ച. നിങ്ങളുടെ താല്പര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. പിന്നെ വിവാഹം എങ്ങനെ നടത്തിയാലും ജെസ്സിയെ ഒരിക്കൽ കൂടി ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ താലി കെട്ടും. അതെൻ്റെ അമ്മയുടെ ഒരാഗ്രഹമാണ്. തറവാട്ടമ്പലത്തിൻ്റെ നടയിൽ വെച്ച് ഒരു താലി കെട്ട്. അമ്മയില്ലെങ്കിലും എനിക്കത് ചെയ്യണം. അല്ലെങ്കിൽ ഈ ജന്മം സന്തോഷം കിട്ടില്ല എനിക്ക്. കഴിച്ചു കൊണ്ടിരുന്നത് നിർത്തി അവൻ വല്ലായ്മയോടെ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ജോബിൻ അവൻ്റെ തോളിലൊന്ന് തട്ടി. കാശി പെട്ടെന്ന് പുറം കൈകൊണ്ട് തൻ്റെ കണ്ണുകളൊപ്പി. പിന്നെ എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കട്ടെ കാശി. താലികെട്ട് ക്ഷേത്രത്തിൽ വെച്ച് മതി. തൻ്റെ തീരുമാനം അവനെ അറിയിച്ചുകൊണ്ട് സേവ്യർ കഴിപ്പ് നിർത്തി എഴുന്നേറ്റു. എന്താ, മതിയാക്കിയോ? അയാളുടെ പാത്രത്തിൽ കഴിക്കാതെ മാറ്റിവെച്ച ആഹാരത്തിലേക്ക് നോക്കി മറിയം ചോദിച്ചു. മതിയടോ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി. ഇതെന്താവോ പറ്റിയത്? ഒന്നും കഴിച്ചില്ലല്ലോ. അയാൾ പോയ വഴിയെ നോക്കി മറിയം വല്ലായ്മയോടെ പറഞ്ഞു. മതിയായിട്ടുണ്ടാവും വല്യമ്മച്ചി. അമ്മച്ചി ഇരിക്ക്. മറിയത്തെ പിടിച്ച് ചെയറിലേക്ക് ഇരുത്തിക്കൊണ്ട് ജോൺ പറഞ്ഞു. അത് കണ്ട ഒരു ചിരിയോടെ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അവർക്ക് വിളമ്പിക്കൊടുത്തുകൊണ്ടിരുന്ന കൃഷ്ണ പയ്യെ അവിടെ നിന്നും മുങ്ങി ഉമ്മറത്തേക്ക് ഇറങ്ങി. കാർന്നോര് സെന്റി കളിച്ച് ഇവിടെ വന്നിരിക്കുകയാണോ? ഉമ്മറത്തെ ചാരി കസേരയിൽ കണ്ണുകളടച്ച് ചാഞ്ഞു കിടക്കുന്ന സേവ്യറിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് കൃഷ്ണ കുറ്റബോധത്തോടെ ചോദിച്ചു. അവളുടെ ശബ്ദം കേട്ടതും സേവ്യർ തന്റെ കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കി. അവൾ പതിയെ അയാൾക്കടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. ശേഖരൻ ഇപ്പോൾ ഇതൊക്കെ കണ്ടു സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? അവളുടെ തലയിൽ തഴുകുന്നതിനൊപ്പം ഏതോ ഓർമ്മയിൽ എന്ന പോലെ സേവ്യർ ചോദിച്ചു. തീർച്ചയായും സന്തോഷിക്കുന്നുണ്ടാവും വല്യപ്പച്ച. മുത്തച്ഛൻ ആഗ്രഹിച്ചിരുന്ന ഒന്നായിരുന്നു കുരിശിങ്കൽ സേവ്യറിന്റെ കൊച്ചുമകൾ ജെസിക്ക ജോൺ മാണിക്കശ്ശേരി മനയിലെ കൊച്ചുതമ്പുരാന്റെ തമ്പുരാട്ടിയായി വരുന്നത്. അത് നടക്കാൻ പോവുകയല്ലേ. അപ്പോൾ ഉറപ്പായി മുത്തച്ഛൻ സന്തോഷം തന്നെയാവും, കൃഷ്ണ നിറകണ്ണുകളോടെ പറഞ്ഞു. അവൾ നിലത്തേക്ക് ഇരുന്നു കൊണ്ട് സേവ്യറിന്റെ മടിയിലേക്ക് തലവെച്ച് കുറച്ചുനേരം അങ്ങനെ കിടന്നു. അയാളുടെ വിരലുകൾ അവളുടെ മുടിയിഴകളെ തലോടിക്കൊണ്ടിരുന്നു. എന്താ ഇവിടെ രണ്ടാളും കൂടി രഹസ്യം പറയുന്നത്? ഞങ്ങൾക്കും കൂടി കേൾക്കാൻ പറ്റുന്ന കാര്യമാണോ? അവിടേക്ക് ഇടിച്ചു കയറി വന്നുകൊണ്ടുള്ള ജെസ്സിയുടെ ചോദ്യത്തിലാണ് കൃഷ്ണയും സേവ്യറും ഞെട്ടി ഉണരുന്നത്. കൃഷ്ണ വേഗം അയാളുടെ മടിയിൽ നിന്ന് തലയുയർത്തി അവളെ ഒന്ന് നോക്കി. ജെസ്സിക്ക് പിറകെ കാശിയും ജോബിനും ജോയലും ഉണ്ടായിരുന്നു. പോടി, നീ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ ഇവളും ലിയയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു മുന്നോടിയായി ഞങ്ങളിപ്പോഴേ സംസാരിച്ചു തുടങ്ങിയതാ അല്ലോടി കൊച്ചേ? ജെസ്സിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് സേവ്യർ കൃഷ്ണയോട് ചോദിച്ചു. അതെ അതെ, ഇവളെ ഓടിച്ചു വിട്ടിട്ട് വേണം നമുക്കിവിടെ ഒന്ന് ആഘോഷിക്കാൻ, കൃഷ്ണ ഗമയോടെ പറഞ്ഞു. പിന്നെ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ഈ എല്ലുപിടി കിഴവന്റെ കൂടെയല്ലേ ആഘോഷിക്കുന്നത്? നീ നടക്കുന്ന കാര്യം വല്ലതും സ്വപ്നം കാണേണ്ട കിച്ചു? സേവ്യറിനെ തിരിച്ചു നന്നായി പുച്ഛിച്ചുകൊണ്ട് ജെസ്സി കൃഷ്ണയോട് പറഞ്ഞു. എല്ലുപിടി കിഴവൻ നിന്റെ അപ്പനടിയുന്നത്തെ? സേവ്യർ നല്ല ഫോമിലായിട്ടുണ്ട്. അത് നിങ്ങളുടെ മോനാണോ പല്ലുകൊഴിഞ്ഞ ഷാറൂഖെ? ജെസ്സി തിരിച്ചും പറഞ്ഞു. ഇവളെ ഇന്ന് ഞാൻ... സേവ്യർ ചാരി കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞതും ജെസ്സി തിരിഞ്ഞോടി. അവിടെ നിൽക്കടി. അവൾ ഓടിപ്പോകുന്നതിന് മുമ്പ് തന്നെ കാശി അവളെ പിടിച്ചു വച്ചു. അവളെ വിടല്ലേ, പിടിച്ചോ, സേവ്യർ കാശിയോട് വിളിച്ചു പറഞ്ഞു. ദേ നാഥ്, എന്നെ വിട്ടോ, ഇല്ലെങ്കിൽ നേരത്തെ റൂമിൽ വെച്ച് പറഞ്ഞ കാര്യം ഞാൻ സാധിച്ചു തരില്ല കേട്ടോ, ജെസ്സി അവനോട് വാശിയോടെ പറഞ്ഞതും കാശി അപ്പോൾ തന്നെ അവളുടെ മേലുള്ള പിടി വിട്ടു. ജെസ്സി കിട്ടിയ ഗ്യാപ്പിൽ മുറ്റത്തേക്ക് ഇറങ്ങി ഓടി. എടാ പെൺകോന്താ, നീ അവളെ വിട്ടോ? കാശിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് സേവ്യർ ജെസ്സിക്ക് പിറകെ മുറ്റത്തേക്ക് ഇറങ്ങി. കാശി വെളുക്കെ ചിരിച്ചുകൊണ്ട് അവളുടെ കോപ്രായം നോക്കി നിന്നു. നീ ആയിട്ട് വരുന്നതാവും നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന പെൺകോന്നനെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരികയില്ല. വല്യപ്പച്ച, കാശി അയാളെ ഉച്ചത്തിൽ വിളിച്ചു. ഉണ്ടായിരിക്കടാ ചെക്ക, സേവ്യർ തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു. അപ്പോഴേ കാശിയുടെ മുഖം കറണ്ടടിച്ച കാക്കയുടേതുപോലെയായി. ഡോ കിളവാ, വല്യപ്പച്ചനാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല, എൻ്റെ ചെക്കനെ പറഞ്ഞാലുണ്ടല്ലോ, ജെസ്സി നൂരെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നീ എന്നെ എന്നാ ചെയ്യുമേടി സാത്താനെ? ഇന്ന് നിന്റെ അവസാനമാണ്. കുറേയായി ഞാൻ സഹിക്കുന്നു നിന്റെ കളിയാക്കളി. അവളുടെ അപ്പൻ്റെ ഷാറൂഖ്. ഇന്ന് നിർത്തരാം നിന്റെ ചൊറിച്ചിലും. സേവ്യർ മുറ്റത്ത് കിടക്കുന്ന കല്ലുകൾ പെറുക്കി എടുത്തുകൊണ്ട് ജെസ്സിയെ ചൂഴ്ന്നു നോക്കി. കാശിയും കൃഷ്ണയും ജോയലും ജോബിനുമെല്ലാം വയറുപൊത്തി ചിരിയോട് ചിരി തന്നെ. ജെസ്സി ആണെങ്കിൽ എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെ മുറ്റത്ത് നിന്ന് താളം ചവിട്ടുകയാണ്. സേവ്യർ ആണെങ്കിൽ ജെസ്സി എറിയാനുള്ള കല്ലിന് ഉന്നം പിടിക്കുകയാണ്. അയ്യോ, എറിയല്ലേ വല്യപ്പച്ച, ഞാൻ ഇനി മേലാ പറയൂല. ജെസ്സി അവസാനത്തെ അടവെടുത്തുകൊണ്ട് അയാളെ സോപ്പിടാൻ നോക്കി. ആ സോപ്പ് ഇവിടെ പതയൂല മോളെ. നിന്റെ സൂക്കേട് ഇന്നത്തോടെ തീർക്കും ഞാൻ.
അതും പറഞ്ഞുകൊണ്ട് അയാൾ കല്ല് അവൾക്ക് നേരെ എറിഞ്ഞു. അയ്യോ അമ്മച്ചേ! തിരിഞ്ഞോടിയ ജെസ്സിയുടെ പുറത്ത് തന്നെ കല്ല് ഊക്കോടെ വന്നു പതിച്ചു. നിലത്ത് നിന്നും തുള്ളിക്കൊണ്ട് അവൾ ഉറക്കെ വിളിച്ചുകൂവി. ആവു, ഇരട്ടപ്പറ്റ സുഖം! സേവ്യർ സ്വയം പറഞ്ഞുകൊണ്ട് കയ്യിലെ മണ്ണ് തട്ടിക്കളഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി ചാരുകസേരയിലേക്ക് ഇരുന്നു. ജെസ്സി പതിയെ പുറവും തടവിക്കൊണ്ട് അവിടേക്ക് വന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക്? നോക്കട്ടെ പുറം പൊളിഞ്ഞോന്ന്. കൃഷ്ണ ജെസ്സിയെ കളിയാക്കി. പോടി, നിങ്ങളെല്ലാവരും ഈ കാർന്നവരുടെ സെറ്റാ. നമ്മളെ ഒന്നും ആർക്കും വേണ്ടാലോ. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. നാടകീയമായി പറഞ്ഞുകൊണ്ട് ജെസ്സി ഉമ്മറപ്പടിയിലിരുന്നു. ഒത്തിരി വേദനിച്ചോ ജെസ്സിയെ? സേവ്യർ ഏറെ കണ്ടിട്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, നല്ല സുഖമായിരുന്നു. ജെസ്സി അയാളെ നോക്കി പല്ല് കടിച്ചു. ആണോ? എന്നാ ഒന്നുകൂടി തരട്ടെ? ആ, വയസ്സ് കാലത്താ അങ്ങേരുടെ പിള്ളേര് കളി. ജെസ്സിയുടെ ആട്ട് കിട്ടിയപ്പോൾ സേവ്യർ ഡീസൻ്റായി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ വല്യപ്പച്ച. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് എന്നെ വിളിച്ചറിയിച്ചാൽ മതി. കാശി നേർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു. പോകാനോ? എങ്ങോട്ട്? സേവ്യർ അവനെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് മനയിലേക്ക്. നീ എങ്ങോട്ടും പോകുന്നില്ല. കാശി പറഞ്ഞതും സേവ്യറിന്റെ കടുപ്പമേറിയ ശബ്ദം അവിടെ മുഴങ്ങി. അയ്യോ, അത് ശരിയാവില്ല വല്യപ്പച്ച. ഞാൻ ഇവിടെ നിന്നാൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും. പിന്നെ ഓഫീസിലും ഞാനില്ലാതെ പറ്റില്ല. കാശി സേവ്യറിനടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. ഓഫീസിലും ഹോസ്പിറ്റലിലുമൊക്കെ ഇവിടെ നിന്ന് പോകാൻ കഴിയും കാശി. ഇനി മുതൽ അങ്ങനെ പോയാൽ മതി, സേവ്യർ തീർത്തും പറഞ്ഞു. പക്ഷേ വല്യപ്പച്ച, മന അടച്ചിട്ടിട്ട് ഞാൻ എങ്ങനെയാ ഇവിടെ? കാശി വിഷമത്തോടെ പറഞ്ഞു. മനയിൽ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാശി. നിനക്ക് പോകണമെന്ന് തോന്നുമ്പോൾ പോയി വന്നോളൂ. പക്ഷേ കല്യാണം കഴിയുന്നതുവരെ നീ ഞങ്ങൾക്കൊപ്പം ഇവിടെ താമസിച്ചാൽ മതി. അത് കഴിഞ്ഞ് ജെസ്സിയെയും കൂട്ടി നിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞു വിട്ടോളാം. തൽക്കാലം ഒറ്റയ്ക്കുള്ള താമസം വേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് കാശിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ സേവ്യർ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ജോബിച്ച, അവനെയും കൂട്ടി മനയിൽ പോയി അവന് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ എടുത്തിട്ട് വാ. സമയം വൈകിക്കണ്ട. പോകുന്ന പോക്കിൽ ജോബിനെ പറഞ്ഞേൽപ്പിക്കാനും സേവ്യർ മറന്നില്ല. നീ പെട്ടുമോനെ. വല്യപ്പച്ചൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റമുണ്ടാവില്ല. ആ തീരുമാനം മാറണമെങ്കിൽ പിന്നെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കേണ്ടി വരും. ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് ജോയൽ കാശിയുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. കാശി അതിന് നേർമയാവെന്ന് പുഞ്ചിരിച്ചു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ജോബിനും കാശിയും കൂടി അപ്പോൾ തന്നെ മനയിലേക്ക് പോയി കാശിക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത ശേഷം മനയുടെ താക്കോൽ രാമേട്ടനെ ഏൽപ്പിച്ചു. ആ കൈകളിൽ മന സുരക്ഷിതമായിരിക്കുമെന്ന് കാശിക്ക് ഉറപ്പാണ്. തിരികെ കുരിശിങ്കൽ എത്തിയതിനു ശേഷം എല്ലാവരും ചേർന്ന് കാശിയെ സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു. ഇപ്പോൾ ജാൻസിയും പഴയതിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരുന്നു. ഷെർലിക്കും റോസിക്കും ഒപ്പം അവരും ഇപ്പോൾ എല്ലാ കാര്യത്തിനും കൂടെയുണ്ട്. അതുപോലെ തന്നെ മക്കളെല്ലാം അവർക്കിപ്പോൾ ഒരുപോലെയാണ്. കാശി കൂടി അവിടെ വന്നതും ലെവിനും കളരിക്കിലേക്ക് പോകാതെ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അതോടെ പിള്ളേരെല്ലാം ഹാപ്പി. ജിബിൻ ഇല്ലാത്തത് അപ്പോഴും എല്ലാവരിലും ഒരു നോവ് തന്നെയായിരുന്നു. റോസിയും ജോസഫും മകന്റെ വേർപാടിൽ ദുഃഖിതരാണെങ്കിലും എല്ലാവരുടെയും സന്തോഷത്തിനിടയിൽ അവരത് മനഃപൂർവ്വം മറന്നു കളഞ്ഞു. ശരിക്കും അവനെ ഓർത്ത് വിഷമിക്കാൻ നമ്മളെ പിള്ളേര് സെറ്റ് അവർക്ക് അവസരം കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കാശി അവിടുത്തെ ഒരു അംഗത്തെ പോലെയായി. ഇനി അവനില്ലാതെ പറ്റില്ലെന്നായിട്ടുണ്ട് അവിടെ പലർക്കും. റോസിയും ജോസഫുമാണ് അവനോട് കൂടുതൽ അടുത്തത്. അവൻ്റെ തമാശകളും പെരുമാറ്റവും അവനോടുള്ള അടുപ്പ കൂടുതലുമെല്ലാം അവനിലേക്ക് അവരെ കൂടുതൽ അടുപ്പിച്ചു. എല്ലാവർക്കും അതിൽ സന്തോഷം തന്നെയായിരുന്നു. പുറത്ത് ആർത്തലച്ചു പെയ്യുന്ന മഴയിലേക്ക് നോക്കി ബാൽക്കണിയിലെ തണുത്ത നിലത്ത് ജോയലിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് കൃഷ്ണ. വീശിയടിക്കുന്ന കാറ്റിൽ തന്റെ ദേഹത്തേക്ക് വീണു ചിതറുന്ന മഴത്തുള്ളികളുടെ കുളിരുന്ന തണുപ്പിൽ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൾ തന്റെ മുഖം ജോയലിന്റെ നഗ്നമായ വയറിലേക്ക് അമർത്തി വെച്ചു. അവളുടെ ഇരു കൈകളും അവന്റെ വയറിനെ ചുറ്റി വരിഞ്ഞു. അവിടെ കൈവിരലുകൾ അപ്പോഴും അവളുടെ മുടിയിഴകളെ കോർത്ത് തലോടുകയായിരുന്നു. ജോ! അവന്റെ വയറിൽ നിന്ന് മുഖമുയർത്താതെ തന്നെ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. മഴയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് തന്നെ അവനൊന്ന് മൂളി. എനിക്കിപ്പോൾ വല്ലാതെ കൊതി തോന്നുന്നു. അവനിൽ നിന്ന് അടർന്നു മാറി എഴുന്നേറ്റുകൊണ്ട് അവൾ ബാൽക്കണി റെയിലിങ്ങിൽ ചാരി നിന്ന് മഴത്തുള്ളികളെ കൈവെള്ളയിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു. കോരിച്ചൊഴിയുന്ന മഴയുടെ നനുത്ത തുള്ളികൾ അപ്പോഴും അവളുടെ ഉടലിനെ നനയ്ക്കാൻ തുടങ്ങിയിരുന്നു. എന്തിനോട്? അവൾക്ക് പിറകെ എഴുന്നേറ്റുകൊണ്ട് ജോയൽ സംശയത്തോടെ ചോദിച്ചു. നിന്നോട്. മാസങ്ങൾക്കിപ്പുറം നിന്നെ ഒരിക്കൽ കൂടി അറിയാൻ കൊതി തോന്നുന്നു എനിക്ക്. കൃഷ്ണയുടെ വാക്കുകൾ വല്ലാതെ പതിഞ്ഞു പോയിരുന്നു. ജോയലിന്റെ ചുണ്ടിലിന്റെ കോണിൽ വശ്യമായ ഒരു ചിരി പടർന്നു. അവൾ പറഞ്ഞതിന് മറുപടി ഏതും പറയാതെ അവൻ അവളെ പിന്നിൽ നിന്ന് പുണർന്നുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. ഷർട്ട്ലെസ്സായിരുന്ന അവന്റെ ദൃഢമായ ശരീരം തന്നിലേക്ക് അമർന്നതും കൃഷ്ണ മുന്നിലേക്കൊന്ന് വളഞ്ഞുകൊണ്ട് മുഖം തിരിച്ച് അവനെ നോക്കി. ആർത്തു പെയ്യുന്ന മഴ അവരുടെ ശരീരങ്ങളെ നനയിച്ചുകൊണ്ട് പെയ്തിറങ്ങി. എനിക്കും കൊതി തോന്നുന്നു കൃഷ്ണ, വല്ലാതെ.
അവളുടെ നനഞ്ഞ മുടിയിഴകൾ വിരലുകളാൽ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ അവളുടെ പിൻകഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ചു. കൃഷ്ണ തൻ്റെ ഇരു കണ്ണുകളും മുറുക്കി അടച്ചുകൊണ്ട് കഴുത്ത് ഒരു വശത്തേക്ക് വെട്ടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മഴത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിൻകഴുത്തിലൂടെ താഴേക്ക് ഇഴഞ്ഞു നീങ്ങി. അവളുടെ കൈകൾ റെയിലിങ്ങിൽ അമർന്നു മുറുകി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ പുറത്ത് ആഴത്തിൽ പതിഞ്ഞു. ഉയരുന്ന നിശ്വാസത്തോടെ അവൾ മുന്നിലേക്ക് വളഞ്ഞു. അടുത്ത നിമിഷം ഒരു വരിയിൽ ജോയൽ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവൻ്റെ കണ്ണുകൾ അവളിലാകെ ഓടി നടന്നു. അവളുടെ നനഞ്ഞ ശരീരം തന്നെ ചൂട് പിടിക്കുന്നത് അവനെ അറിഞ്ഞു. മഴത്തുള്ളികൾ വീണു നിലത്താകെ തളം കെട്ടിയ വെള്ളത്തിലേക്ക് ജോയൽ അവളെ ചാഴ്ച കിടത്തി. അവളുടെ വസ്ത്രങ്ങൾ അവൻ്റെ കൈകളാൽ അഴിച്ചു മാറ്റപ്പെട്ടു. മാസങ്ങൾക്ക് ശേഷം അവനെ ഒരിക്കൽ കൂടി അറിയാനുള്ള കൃഷ്ണയുടെ ആഗ്രഹം ഏറി വന്നു. അവനെ തന്നിലേക്ക് അവൾ അമർത്തി പിടിച്ചു. മാസങ്ങളോളം കാത്തുവെച്ചിരുന്ന തൻ്റെ പ്രണയത്തിൻ്റെ അഗ്നി അവൻ അവളിലേക്ക് മെല്ലെ മെല്ലെ പകർന്നു കൊടുത്തു. ഒരു നോവോടെ അവൻ്റെ പ്രണയം ഏറ്റുവാങ്ങുമ്പോൾ ഇതുവരെ അറിയാത്ത ഒരു നിർവൃതി തന്നിൽ പടരുന്നത് കൃഷ്ണ അറിഞ്ഞു. 2 മാസങ്ങൾക്ക് ശേഷം. പേടിയുണ്ടോടോ? പള്ളി അൽത്താരയ്ക്ക് മുന്നിൽ പുതുമണവാളന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ജോബിന്റെ കയ്യിൽ ഒരു തട്ട് കൊടുത്തുകൊണ്ട് കാശി കുറുമ്പോടെ ചോദിച്ചു. ഏയ്, പേടിയോ? എന്തിന്? ജോബിൻ കർച്ചീഫ് കൊണ്ട് മുഖം മുഴുവനും ഒന്ന് ഒപ്പിയെടുത്തുകൊണ്ട് കാശിയെ നോക്കാതെ തന്നെ ചോദിച്ചു. പിന്നെ എന്തിനാ നീ ഇങ്ങനെ നിന്ന് വിയർക്കുന്നത്? മുട്ടൊക്കെ കൂട്ടിയിടിക്കുന്നുണ്ടല്ലോ. അത് പേടിച്ചിട്ടായിരിക്കില്ല കാശി, ആദ്യത്തെ കെട്ടല്ലയോ, അതിൻ്റെ ആവും. അല്ലയോ ഇച്ചായ? തൊട്ടുപുറകിൽ നിന്ന് ജോയലിന്റെ കളിയാക്കലോടെയുള്ള സംസാരം കൂടി കേട്ടതും ജോബിന് വിറഞ്ഞു കയറി. പോയി നിന്റെ പെണ്ണുമ്പിള്ളയുടെ വാലയെ പിടിച്ച് നടക്കടാ പെൺകോന്ന, അവൻ കളിയാക്കാൻ വന്നേക്കുന്നു. ജോയലിന്റെ വായിൽ പഠിച്ചുകൊണ്ട് ജോബിന്റെ മറുപടിയും വന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ചായ. ജോയലിന്റെ വിരൽ തൂങ്ങി നിന്നുകൊണ്ട് കൊഞ്ചലോടെ കൃഷ്ണ വിളിച്ചു പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നോ എല്ലാം? തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. നാട്ടുകാരുടെ മൊത്തം കണ്ണ് എന്റെയും എൻ്റെ കൊച്ചിൻ്റെയും മേലെ തന്നെ ആയിരിക്കില്ലേ? തൻ്റെ തൊട്ടരികിൽ തൂവള്ള വെഡ്ഡിംഗ് ബ്രൈഡൽ ഗൗണിൽ അതിസുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന ലിയയെ ഒന്ന് പാളിക്കൊണ്ട് ജോബിൻ കുറുമ്പോടെ പറഞ്ഞു. ലിയ നാണത്തോടെ തൻ്റെ തല താഴ്ത്തി പിടിച്ചു. ഉവ്വേയ്, അല്ലാതെ പേടിച്ചിട്ടൊന്നും അല്ല, കാശി ആരോടൊന്നില്ലാതെ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചുപോയി. കാശി, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് ഓർമ്മ വേണം. ഇത് കഴിഞ്ഞാൽ ഉടനെ നിന്റെ കെട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. കല്യാണ വേഷത്തിൽ കസവിൻ്റെ കുർത്തയും മുണ്ടും ധരിച്ചു നിൽക്കുന്ന കാശിയെ നോക്കി പറഞ്ഞുകൊണ്ട് ജോബിൻ പല്ല് കടിച്ചു. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒന്നാം? ഇനി ഇച്ചായൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ചോ. കല്യാണം കുളമാക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. നെഞ്ചിൽ കൈവച്ച് അൽത്താരയിലേക്ക് നോക്കിക്കൊണ്ട് ജെസ്സി പ്രാർത്ഥിച്ചു. കാശി അവളെ ഒന്ന് നോക്കി. ചുവന്ന നിറത്തിലുള്ള കല്യാണ സാരിയിൽ സർവാഭരണ വിഭൂഷിതയായി നിൽക്കുകയാണ് അവൾ. കാശിക്ക് അവളെ കാണാൻ ചിരി പൊട്ടി. എന്തോന്നാടി ഇത്? ഉത്സവത്തിന് ഒരുക്കിക്കൊണ്ടുവന്ന കെട്ടുകാഴ്ചയോ? കാശി വിരലുകൾ ചുണ്ടിലമർത്തി ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് ചോദിച്ചു. നാഥ്, എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് എനിക്കാകെ ശ്വാസം മുട്ടുന്നു. കെട്ടൊന്ന് കഴിഞ്ഞിട്ട് വേണം എല്ലാം കൂടി വലിച്ചു പറിച്ചു കളയാൻ. അത് നീ പേടിക്കണ്ടടി, എല്ലാം നല്ല ഭംഗിയായി ഞാൻ അഴിച്ചു തരാം. ആരും കേൾക്കാതെ ഒന്ന് കുനിഞ്ഞുകൊണ്ട് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തിക്കൊണ്ട് കാശി പറഞ്ഞു. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായപ്പോൾ മുഖമൊന്ന് ചുവന്നെങ്കിലും ജെസ്സി കുറുമ്പോടെ അവൻ്റെ കയ്യിലൊന്ന് നുള്ളിക്കൊടുത്തു. ഓഹ് എടി പിശാശേ! കാശി അവളെ അടിക്കാൻ കൈ ഓങ്ങി. ഇങ്ങനെ പോയാൽ നീ കുറെ സാരി അഴിക്കും. അവരുടെ സംസാരം കേട്ടു നിന്ന് ലെവിൻ ചിരി അടക്കിക്കൊണ്ടു പറഞ്ഞു. അപ്പോൾ തന്നെ കാശിയും ജെസ്സിയും ഡീസൻ്റായി. മിന്നു കെട്ടിക്കോളൂ. പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞ് ജോബിന് നേരെ മിന്നു നീട്ടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞതും അവനത് കയ്യിലേക്ക് വാങ്ങി ലിയയുടെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചു. മിന്നു മുറുക്കുന്നതിന് തൊട്ടു മുൻപായി അവൻ അവളെ ഒന്ന് നോക്കി. അവൻ കെട്ടാതെ നിൽക്കുന്നത് മനസ്സിലാക്കി ലിയ തല ഉയർത്തി അവനെ സംശയത്തോടെ നോക്കി. ഞാൻ കെട്ടിക്കോട്ടെ? അവളുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചപ്പോൾ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ അവനോട് കെട്ടിക്കോളാൻ തലയാട്ടി കാണിച്ചു. നിറഞ്ഞ മനസ്സോടെ ജോബിൻ ആ മിന്ന് അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് മുറുക്കി. വല്യപ്പച്ചനും വല്യമ്മച്ചയും ജോണും ജോസഫും പോൾസനും അമ്മമാരും എല്ലാം സന്തോഷത്തോടെ ആ കാഴ്ച കണ്ണുകളിൽ പതിപ്പിച്ചു. പിള്ളേര് സെറ്റെല്ലാം അതിൽ ഹാപ്പി. അപ്പോഴും ഒരു വേദനയായി ജിബിൻ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ആരും അത് പുറത്തു കാണിച്ചില്ലെന്ന് മാത്രം.